അതേ, ഞായറാഴ്ചയായിട്ട് എന്താ പരിപാടി? നമുക്ക് കുറച്ച് ചിക്കൻ ഉരുളക്കിഴങ്ങിട്ട് അങ്ങോട്ട് കറി വെച്ചാലോ? നല്ല ടേസ്റ്റാണ്, ഈസിയുമാണ്. എന്നാൽ നോക്കിയാലോ? ആയോ? ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക കേട്ടോ. ഒരു 2 ടീസ്പൂണോളം മതിയാവും. അതിലേക്ക് നമുക്ക് ഒരു 2 സവോള നീളത്തിലരിഞ്ഞത്, ഇതുപോലെ തക്കാളി, കറിവേപ്പില, പിന്നെ നമുക്ക് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചേക്കണം കേട്ടോ. ഇത്രമെല്ലാം നമ്മൾ ഇതിലേക്ക് ചേർക്കണം കേട്ടോ. അതിന് മുമ്പായിട്ട് നമ്മൾ ചിക്കൻ കഷ്ണങ്ങളെല്ലാം മസാല നന്നായിട്ട് പുരട്ടി വെക്കുക. സവാള വഴറ്റാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിനകത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം കേട്ടോ. വഴണ്ട് വന്നതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് നമ്മുടെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് വഴറ്റി ആ സവാളയൊക്കെ അതിൻ്റെയൊക്കെ പച്ചമുളക് നന്നായിട്ട് മാറണം കേട്ടോ. സമയത്ത് നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലയുടെ കൂട്ടെന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിൽ അതിലേക്ക് ഒരു 2 കൈപ്പിടിയോളം പെരുംജീരകം, ഒരു 5 ചുവന്നുള്ളി, ഒരു 4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 കൊല്ലമുളക് അല്ലെങ്കിൽ വറ്റൽമുളക്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടീസ്പൂണോളം ചുറുക്ക അല്ലെങ്കിൽ വിനാഗിരി, പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് നമ്മുടെ കറിവേപ്പിലയില്ലേ, അതുപോലെ തന്നെ കറിവേപ്പില, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില. അപ്പോൾ ഇതെല്ലാം കൂടി ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുന്നുണ്ട്. ഇതിനൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളിലേക്ക് ഈ മസാലക്കൂട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഈ ചട്ടി അടുപ്പത്ത് വെച്ച് ഞാൻ ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളൊക്കെ ആദ്യം അടുപ്പത്തിട്ടിട്ട് അതിലേക്ക് നമ്മുടെ മസാല പുരട്ടിയിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളൊക്കെ തട്ടി അത് നന്നായിട്ട് ഒന്ന് അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരണം. കൂടാതെ നമ്മൾ ആ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ആ പാത്രത്തിൽ കുറച്ച് വെള്ളവും കൂടി ചിറ്റിച്ച് ഒഴിച്ചിട്ട് ആ ചിക്കനൊന്ന് വേവിക്കാനായിട്ട് വെക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾക്ക് അരി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളും കൂടി അങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ചെറിയ തീയിൽ നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി തൂക്കിക്കഴിഞ്ഞാൽ വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.